ഹലോ, വെൽക്കം ടു സോഹി സരീന. ഇത് ഞങ്ങൾ സോഹാർ ഉണ്ടായപ്പോൾ ഉള്ള ഡേ ഇൻ മൈ ലൈഫാണ്. ഇതിനെ ഡേ ഇൻ മൈ ലൈഫ് എന്നും വിളിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം ഇതിൽ ഉച്ച വരെയുള്ള വീഡിയോസേ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. കാരണം വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ പുറത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉള്ള വീഡിയോസൊക്കെ ഞാൻ വേറെ ആയിട്ട് ഇട്ടിട്ടുമുണ്ട്. അപ്പം രാവിലെ ഒരു 9-9:30 ആയപ്പോൾ എണീറ്റ് നേരെ അടുക്കളയിൽ പോയപ്പോൾ അമ്മ ഇഡ്ഡലിയൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ കഷ്ണം മുറിക്കാൻ ഉള്ളിയും തക്കാളിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ വേഗം കഷ്ണം മുറിച്ചപ്പോഴേക്ക് തന്നെ മോൻ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നല്ല മൂടാണെങ്കിൽ കുഴപ്പമില്ല. ഇന്നിപ്പോൾ നല്ല കുട്ടിയായിട്ടാണ് എണീറ്റത്. മോന് ഫുഡൊക്കെ കൊടുത്ത് അടുക്കളയിലേക്ക് വന്നപ്പോഴേക്ക് തന്നെ അമ്മ ബിരിയാണീൻ്റെ പരിപാടിയൊക്കെ ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. ഇത് അമ്മയ്ക്ക് അമ്മേൻ്റെ ഫ്രണ്ട് ഗിഫ്റ്റ് കൊടുത്തതാണ്. ഇതിൻ്റെ ഉള്ളിൽ കുറേ സ്നാക്സും പിന്നെ കുറേ കേക്കും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അമ്മയ്ക്ക് കുറേ ടൈപ്പിൽ ബിരിയാണി ഉണ്ടാക്കാൻ അറിയാം. ഇന്നിപ്പോൾ ഒരു സ്പെഷ്യൽ രീതിയിൽ അത്ര ബിരിയാണി ഉണ്ടാക്കുന്നത്. ഈ ബിരിയാണി ഞാനും കഴിച്ചിട്ടില്ല. ഞാൻ 6 മാസത്തോളം നാട്ടിലായിരുന്നു. പിന്നെ മോൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് സ്നാക്സ് വാങ്ങിക്കൊണ്ടുണ്ട്. പിന്നെ അച്ഛൻ്റെ കൂടെ ഇരുന്ന് TV ഒക്കെ കാണുന്നുണ്ട്. അങ്ങനെയൊക്കെ നല്ല എളുപ്പമാണ് ഈ ബിരിയാണി ഉണ്ടാക്കാൻ. അതിനായിട്ട് ആദ്യം തന്നെ ഉള്ളിയും പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നെയ്യിൽ വറുത്ത് കോരി മാറ്റി വയ്ക്കുക. എന്നിട്ട് ആ നെയ്യിലേക്ക് കുറച്ച് സ്പൈസസും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതും പിന്നെ ഉള്ളിയും പിന്നെ മല്ലിച്ചപ്പ് പുതിനയും തക്കാളിയും നാരങ്ങ നീരും പിന്നെ ആവശ്യത്തിനുള്ള ചിക്കനും പിന്നെ തൈരും ഉപ്പും ഒക്കെ കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യണം. പിന്നെ അടുപ്പ് കത്തിച്ചിട്ടില്ല കേട്ടോ. എല്ലാം കൂടി ഇട്ടതിന് ശേഷമാണ് അടുപ്പൊക്കെ കത്തിക്കുക. എന്നിട്ട് ഇതൊക്കെ നല്ലോണം മിക്സ് ചെയ്തിട്ട് പൊടികളായിട്ട് ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഗരം മസാലയും കുരുമുളക് പൊടിയും മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. പിന്നെ വറുത്ത് കോരി മാറ്റി വെച്ചതിന് കുറച്ച് ഉള്ളിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ചോറ് വേവിക്കും, അതിലേക്ക് ഇടും അണ്ടിപ്പരിപ്പ് മുന്തിരി ഉള്ളി വറുത്ത് വെച്ചത്, ചോറ് മല്ലി പുതിനയൊക്കെ ഇടും. ഒരു 10 മിനിറ്റ് ചെറിയ തീയിൽ വയ്ക്കും. അതൊക്കെ കൂടിയാ റസ്ക് തിന്നിട്ട് കച്ചറൊന്നും ഞാൻ ഇട്ടില്ല. കച്ചറൊന്നും ഇല്ല, ഒക്കെ നല്ലത് തന്നെയല്ലേ. കുരുമുളകിനല്ലേ? പൊട്ടിക്കണ്ട. അങ്ങനെ വെച്ചോ. അടിപൊളി. ഞാൻ മിണ്ടാത്തോട്ട് വെള്ളം ഇതെന്താ ഇത്
ഇതാണോ കാർട്ടൂണാണോ? ഓനിപ്പോ ഇതൊക്കെയാ കാണുക. കുറച്ചവിടെ വെക്കട്ടെ. അങ്ങോട്ടിരണ്ട. ഇനി കുറച്ച് ഇത് നമ്മള് ലെയർ ആക്കിയിട്ടൊന്നുമില്ലല്ലോ. ഇല്ല, അതിലേക്കാണ് ഇട്ടതാ. ഇതുവരെ ആ നെയ്യ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇപ്പോഴാണ് ഇടുന്നത്. മതില്ലേ? അത്ര മതി. ഓക്കെ, മതിയോ? ഓക്കെ. ഇനി മറ്റേ എന്താ പറയാ, അതാണ് അടച്ചത്. കാപ്പി ആക്കണം. ലാസ്റ്റ് ഞാൻ സാധനം ഇടാൻ മറന്നു പോയിട്ടോ. എന്താ? എപ്പോഴൊന്നും ഇടലില്ല. പാലും കുങ്കുമത. അങ്ങനെ തന്നെ. ഇത് ഒക്കെ ഇഷ്ടമില്ലാത്തത് ഓക്കോനെ പറ്റൂലല്ലോ. ഓടിക്കരുത്, തട്ടി കൊടുത്താൽ മതി. ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ. അത് അതിന്റെ മേലിടും കൊണ്ടുപോയിട്ട്. വേറെ ഉണ്ടല്ലോ. അതിന്റെ ബാക്കിൽ ചവിട്ടരുതേ. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് എന്താണെന്നറിയോ? ബിരിയാണീൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള അച്ചാറാണ്. ഡേറ്റ്സും ക്യാരറ്റും ഒക്കെ കൂടിയിട്ടുള്ള സൂപ്പർ ടേസ്റ്റ് ആട്ടോ. ഇതിന് മധുരവും പുളിയൊക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബിരിയാണീൻ്റെ കൂടെ ഇങ്ങനെ മധുരമുള്ള അച്ചാറൊക്കെ കഴിക്കാൻ. ഞാൻ എപ്പോഴും ഉണ്ടാക്കലും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ പിന്നെ ഷെയർ ചെയ്ത് തരുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പോയി വേഗം കുളിച്ച് റെഡിയായി വന്നേ. അപ്പോഴേക്കിനും മോനെയും സിദ്ധുവിനെയും ഒന്നും അവിടെ എവിടെയും കാണുന്നില്ലായിരുന്നു. തിരഞ്ഞു നോക്കിയപ്പോൾ ഓരൊക്കെ അച്ഛൻ്റെ റൂമിൽ ലില്ലിനോട് കളിച്ചിരിക്കണ്ടേന്ന്. ഓടെവിടെ കളിക്കുക നിങ്ങൾ കണ്ടോ? അതല്ല നിന്റെ കളി കണ്ടിട്ട് കഴിഞ്ഞേ. നല്ല രസമുണ്ടല്ലോ, നല്ല രസമുണ്ട്, നല്ല രസമുണ്ട് കേട്ടോ. ആ സൗണ്ട് ഇപ്പൊ റെഡി. ഇനി മെല്ലെ സിദ്ധു മെല്ലെ വീട്.
നല്ല മണമൊക്കെ ഉണ്ട്. പോരെ വരാനായോ? شيء خرافي، ابي شيء جديد. اهلا 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 السبعين. انا كنت بحته فكره منطبخ كسينا اغنيه. تفضل استنى على ده هيكسر الدنيا. منطبخ كسينا نقدر نصممه انا ودينا. من دينا؟ دينا. മോന് ഫുഡൊക്കെ കൊടുത്തിട്ട് ഞാനും ഫുഡ് കഴിക്കാനിരുന്നേ. ബിരിയാണി അടിപൊളിയായിരുന്നു കേട്ടോ. ചിക്കനൊക്കെ നല്ല ജ്യൂസിയൊക്കെ ആയിട്ട്, പിന്നെ ചമ്മന്തിയും അച്ചാറും തൈരും ഒക്കെ കൂട്ടി കുഴച്ച് കഴിക്കാൻ അടിപൊളിയായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.